ഈച്ച് ആൻഡ് എവറി കോർണർ സാധ്യത ഉണ്ട് മനുഷ്യന്. അത് നിങ്ങൾ കണ്ടെത്താത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ എവിടെ ഇരുത്തി നോക്കൂ, ഞാൻ അവിടെ എൻ്റെ സാധ്യതകൾ കണ്ടെത്തും. നിങ്ങൾ എന്നെ ഒരു ഹോട്ടലിലാണ് ഇരുത്തുന്നതെങ്കിൽ ഞാൻ അവിടെ ഒരു സാധ്യത കണ്ടെത്തും. നിങ്ങൾ 4 ആളുകളുടെ മുന്നിൽ ഒരു വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഞാനൊരു സാധ്യത കണ്ടെത്തും. ഏത് സ്പേസിലും ഏത് സ്ഥലത്തും ഏതു കാലാവസ്ഥയിലും എനിക്ക് സ്പേസ് കണ്ടെത്താൻ പറ്റും. എനിക്കവിടെ നല്ല ഒരു സംഗതി ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ ചെയ്യണം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പറയാറില്ലേ, ഒരാൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിച്ചു കാർൽ മാർക്സിനോട് ചോദിച്ചു, എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന്. അയാൾ പറഞ്ഞു, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാവിലെ ഷേക്സ്പിയർ വായിക്കുകയും ഉച്ചയ്ക്ക് മീൻ പിടിക്കാൻ പോവുകയും വൈകുന്നേരം ഗുസ്തി പിടിക്കാൻ പോവുകയും രാത്രി ബിഥോവൻ കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കരയാൻ തോന്നുമ്പം കരയുകയും ചിരിക്കാൻ തോന്നുമ്പം ചിരിക്കുകയും പാട്ട് പാടാൻ പറ്റുമ്പോൾ പാട്ട് പാടുകയും അതുപോലെ തന്നെ പ്രേമിക്കാൻ തോന്നുന്ന സമയത്ത് പ്രേമിക്കുകയും ജോലി നേടണമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ജോലിക്ക് പോവുകയും കുറച്ച് കഴിയുമ്പോൾ എനിക്കത് രാജിവെക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ രാജിവെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആനന്ദത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ. അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥത്തിൽ ആനന്ദം. അത് തന്നെ നിങ്ങളും ചെയ്യണം. അവിടെയാണ് പ്രശ്നം. മറ്റേതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പേസ് കണ്ടെത്തുന്നില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ പറയുന്നത് ഞാൻ സംസാരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഇയാളോട് മാത്രം സംസാരിച്ചാൽ പോരാ, എനിക്ക് മറ്റുള്ള ജോലികളുണ്ട്. അപ്പം നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും പറയണ്ടേ, എനിക്കൊരു വിഷയം വരുന്ന സമയത്ത് എൻഗേജ്ഡ് ആവുക. ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഞാൻ എൻഗേജ്ഡ് ആവണം. ഞാൻ അതിനുള്ള സാധ്യതകൾ കണ്ടെത്തണം. നിങ്ങൾ മനസ്സിൽ ഒരു ലക്ഷ്യം വെച്ച് നോക്കൂ. ആ ലക്ഷ്യം, ഇപ്പോൾ നിങ്ങൾ പഠനമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഇംഗ്ലീഷ് പഠനമാണ് ഒരു ലക്ഷ്യം എന്ന് വിചാരിക്കുക. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ അത് ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഇംഗ്ലീഷ് പഠനമാണ് ആവശ്യം. ഞാൻ നോക്കുന്ന യൂട്യൂബ് മുഴുവൻ സ്പോക്കൺ ഇംഗ്ലീഷ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഞാൻ നോക്കുന്ന ഏത് പേജസും സ്പോക്കൺ ഇംഗ്ലീഷ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് കാണുന്ന എല്ലാ ബോർഡുകളും IELTS-ഉം സ്പോക്കൺ ഇംഗ്ലീഷും ആയിരിക്കും എല്ലാ സ്ഥലത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യത്തെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ ലക്ഷ്യത്തെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മനസ്സ് വല്ലാതെ ആങ്സൈറ്റി ഉണ്ടാവും. മനസ്സിന് കൊണ്ടുപോകും, എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുപോകണമെന്ന്. ആ ആഗ്രഹം മനസ്സിന് മനസ്സിലാവും. ആ ആഗ്രഹത്തിനനുസരിച്ച് മനസ്സ് നമ്മളെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. നിങ്ങളൊരു കാറ് വാങ്ങാൻ വിചാരിച്ചു, മാരുതിയാണ് വാങ്ങേണ്ടത്. മാരുതിയിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാറാണ് വാങ്ങേണ്ടത്, സ്വിഫ്റ്റാണ് വാങ്ങേണ്ടത്. റോഡിലിറങ്ങിയാൽ സ്വിഫ്റ്റ് മാത്രമായിരിക്കും. നിങ്ങളൊരു പുതിയ വീടുണ്ടാക്കുമ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാവും. നിങ്ങൾ കാണുന്നത് മുഴുവൻ പഴയ വീടുകളെ ആയിരിക്കില്ല, പുതിയ വീടുകളായിരിക്കും. ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേക തരം ഒരു കഴിവാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കുകയല്ല, സാധാരണ മനുഷ്യന് വരുന്ന മാനസിക നിലയാണിത്.